ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്നതൊന്നുമല്ല, വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ക്യാരറ്റും ചെറുപയറും വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. മുഴുവനെയുള്ള ചെറുപയറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ ചെറുപയർ പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുപയർ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ 1/2 കപ്പ് ചെറുപയറിന് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. അതായത് എത്ര ചെറുപയർ എടുക്കുന്നോ അതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആ ചെറുപയർ അളന്നെടുത്ത് അതേ കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കണ്ട, അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വേവിക്കണം. ചെറുപയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. ആ സമയത്ത് വേറൊരു പാനിൽ ഒരു 6-7 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ജീരകവും ഏലക്കയും പായസത്തിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. വെറുതെ നമ്മൾ ജീരകം പൊടിച്ചതും അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നേക്കാളും ആ ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ നന്നായിട്ട് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഈ പഞ്ചസാരയുടെ കൂടെ നമ്മളിപ്പോൾ മൂപ്പിച്ച് വെച്ച ഏലക്കയും ജീരകവും ഇട്ട് പൊടിച്ചെടുക്കണം. ഏലക്കയും ജീരകവും മാത്രം ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് നേരെ പൗഡറായിട്ട് കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഏലക്കയും ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ എടുക്കണം. ഇപ്പം നമ്മൾ ചെറുപയർ വേവാൻ വെച്ചതായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ഇങ്ങനെ ആയാലേ പായസം നന്നായിട്ട് വരത്തുള്ളൂ, നല്ല കുറുകി ആ ഒരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അല്ലാതെ പയറ് നേരെ വേവാതിരുന്നു കഴിഞ്ഞാൽ പാലും ചെറുപയറും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ പായസം ശരിയാവത്തില്ല. പിന്നെ അടുത്തത് പായസം വെക്കാനായിട്ട് വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു ചെറിയ പിടി കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ കൂടെ ഉണക്കമുന്തിരിങ്ങ ചേർക്കാം, തേങ്ങാക്കൊത്ത് ചേർക്കാം. അങ്ങനെ കയ്യിലുള്ളത് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങ ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താലും മതി. അപ്പോൾ കാഷ്യൂനട്ട് ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി ഈ നെയ്യിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാൻ പോവാണ്. 2 ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അത് ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ 1 ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം കുക്ക് ചെയ്യുകയൊന്നും വേണ്ട, ജസ്റ്റ് ആ നെയ്യിലൊന്ന് വഴറ്റണം, അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആ ചെറുപയറിൻ്റെ പരുവം കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഇത്രയും വെന്തിട്ടുണ്ടാവണം. അഥവാ നിങ്ങൾ കുക്കർ തുറക്കുമ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പിന്നെയും 2-3 വിസിൽ വേവിച്ച് ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കരയല്ല, പഞ്ചസാരയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പക്ഷേ 1/2 കപ്പും പിന്നെ നമ്മൾ നേരത്തെ ഏലക്കയും ജീരകവും പൊടിച്ച് വെച്ചപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ആകുമ്പോൾ പാകത്തിനുള്ള മധുരമാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര അലിയുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലൂസാവും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ചിലർ ലാസ്റ്റാണ് ഈ ഏലക്കയും ജീരകവും പൊടിച്ചതൊക്കെ ചേർക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ പായസത്തിൽ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, കൂടുതലായിട്ട് കിട്ടും. ഈ ചെറുപയറിലൊക്കെ നല്ലോണം ആ ഒരു ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് വേവണം. ഈ ചെറുപയറിൽ ആ മധുരവും ആ ഫ്ലേവറും ഒക്കെ ഒന്ന് പിടിക്കണം. അപ്പം 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് ക്യാരറ്റൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാലൊഴിക്കാം. പശുവും പാലാണ് കേട്ടോ. ഒരു 1.25 കപ്പ് പശുവും പാലാണ് ഒഴിക്കുന്നത്. തിളപ്പിക്കാത്ത പാലാണ്. തിളപ്പിച്ചാറ്റിയ പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ തിളപ്പിക്കാത്ത 1.25 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പായസം റെഡിയാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുപയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പാലിൻ്റെ കൂടെ അങ്ങ് മിക്സായിട്ട് പായസം പാകത്തിന് കുറുകിയിട്ടുണ്ടാവും. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ
ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വേണ്ടി ആണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാല് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിനകത്ത് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ പലർക്കും ഇത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് ചെയ്യാവുന്ന സംശയം കാണും. ശർക്കര ചേർത്തും ചെയ്യാം, പക്ഷെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ശർക്കരയും പശുവും പാലും കൂടി ഒത്തിരി സമയം തിളയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ശർക്കര പാനി നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ചേർത്തില്ലേ, അതേ സമയത്ത് തന്നെ അതിന് പകരം ശർക്കര പാനി ഒഴിച്ച് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് തിളച്ച പാല് വേണം ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട്. നേരത്തെ തന്നെ പാല് തിളപ്പിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറിയ തീയിലൊന്ന് ചൂടാക്കിയാൽ മതി, ഒത്തിരി സമയം തിളപ്പിക്കരുത്. അപ്പോൾ ഇത്രയും പായസത്തിന് ഏകദേശം ഒരു 1/2 കപ്പ് ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് ആ സിറപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതേ പായസം നന്നായിട്ട് തിളച്ചു. ഇത് പാകത്തിന് കുറുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുപയറാകുമ്പം ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ആദ്യം ചെയ്ത് വെക്കാനായിട്ട്. ഇത് ഈ ഒരു പരുവത്തിന് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാനായിട്ട് നല്ലതാണ്. ചെറിയൊരു ചൂടോടുകൂടി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കൂടുതൽ നെയ്യൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ചധികം നെയ്യിൽ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് ആ നെയ്യും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിതിപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആ നെയ്യുടെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ചൂടോടുകൂടി കുടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.